ക്രിഞ്ചൊന്നും ഇല്ലാണ്ട് എന്ത് ലവ് സ്റ്റോറി. പക്ഷെ ഇതിൽ തന്നെ ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററുകളൊക്കെ എഴുതാൻ തുടങ്ങി. ഞാൻ ഹസ്ബൻഡിന് ഇതൊക്കെ വായിക്കാൻ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. ഇത് ഞാൻ 10 ദിവസം കൊണ്ട് എടുത്തിട്ടാണ് ബുക്ക് വായിച്ചത്. 2 ദിവസം വേണ്ട ബുക്ക് വായിക്കാൻ, കുറച്ച് നീട്ടി വായിക്കും. ഇത്ര ഉണ്ടാവുള്ളൂ ബുക്ക്, പക്ഷെ ഞാൻ ഇത്ര ഉള്ള പോലെ നീട്ടി വായിക്കും. അയ്യോ അതിഥിനെ ഞാൻ മിസ് ചെയ്യണ പോലെ തോന്നി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സംഭവം എൻ്റെ കയ്യിൽ ഫോണില്ലാത്ത കാരണേ ഇതിപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് എൻ്റെ കൈ പേൻ എന്താ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എനിക്ക് ഇങ്ങനെ ഇരുന്ന് എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ അതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീസെൻ്റായിട്ടല്ല, ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഞാനത് വായിച്ചത്. അപ്പോൾ ആദ്യമേ എൻ്റെ മുന്നിൽ ഈ ബുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പേടിക്കാനോ വായിക്കാനോ ശ്രമിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ അത് അടിപൊളിയാണെന്ന് പിന്നെയും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് എന്ത് ഫസ്റ്റ് പാർട്ട് വായിക്കാണ്ട് ഞാൻ സെക്കൻഡ് പാർട്ട് എങ്ങനെ വായിക്കുക. അപ്പോൾ എന്താ ഫസ്റ്റ് പാർട്ട് ആദ്യം വായിച്ചിട്ട് സെക്കൻഡ് പാർട്ട് വേഗം തന്നെ വായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബുക്ക് മേടിച്ചു. ഇതാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്, നിമ്ന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. എന്നോടെന്ന് പറഞ്ഞ ബുക്ക് ഞാൻ ഉപ്പാക്ക് വായിക്കാൻ കൊടുത്തേക്കാണ്. അത് ഞാൻ ആ ബുക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ നല്ല കവർ പേജ് ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കവർ പേജാണ് നമ്മൾ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മെയിൻ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബുക്കിൻ്റെ റിവ്യൂ പറയാനല്ല, എനിക്കിതിൻ്റെ റിവ്യൂ പറയാനൊരു താല്പര്യം ഉണ്ടെന്നില്ല. പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി. എന്ത് ബുക്കിനെ പറ്റി പറയണമെന്ന് തോന്നി. ഫസ്റ്റ് പാർട്ട് തുടങ്ങുന്നത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരു സാങ്കല്പിക കഥാപാത്രം അതിൻ്റെ ഉള്ളിലുണ്ട്, മഹാദേവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് നമ്മൾ അതിഥി ലെറ്റർ എഴുതണ മുതലാണ് കഥ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതെനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ തുടങ്ങി. കുറേ പേരൊക്കെ പറഞ്ഞ് 2K കിഡ്സിനാണ് ഇതൊക്കെ കണക്റ്റ് ആവുള്ളൂ, 90s കണക്റ്റ് ആവില്ല. ഞാൻ 2K കിഡാണ്, അത് വേറെ. പക്ഷെ അതല്ല, എനിക്ക് കണക്റ്റായി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രണയം ആ ഒരു ബേസ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ അതിനോട് കുറച്ച് ക്രിഞ്ചായിട്ടുള്ളൊരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് അത് ഇഷ്ടമാവുള്ളൂ. കാരണം എനിക്ക് കണക്റ്റ് ആവാൻ തന്നെ വേറൊരു കാരണം കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ ഒരു ബുക്കാണ്. ഇത് ഒരു 2-3 വർഷം മുന്നേ എൻ്റെ ബ്രദർ എനിക്ക് ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ മേടിച്ചു കൊടുക്കുന്നൊരു ബുക്കാണ്. അവനക്കറിയുന്നത് എൻ്റെ കയ്യിൽ എത്ര ബുക്ക് ഉണ്ടെങ്കിലും, ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. ഇതിനൊക്കെ ഓരോ കഥകളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട. അപ്പോൾ ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആലോചിക്കും, ഇത് അന്നൊന്നും ഈ ജേണലിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് ഇതായിട്ടില്ല. ഒരു 3 വർഷമൊക്കെ മുന്നേ, 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പം ഞാൻ ഈ ബുക്ക് കിട്ടിയപ്പോൾ ചേച്ചി ഞാൻ ഈ ബുക്ക് വെച്ചിട്ട് എന്താ ചെയ്യുക അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഞാൻ എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആരും മതി, എബൌട്ട് മീ, പിന്നെ വാട്ട് മേക്സ് മീ ഹാപ്പി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ആരും തുടരുന്നത് അതൊക്കെ ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് മീ അലീന, ദിസ് ഈസ് മൈ സ്റ്റോറി. ഇതൊക്കെ ഞാൻ വെറുതെ ഒരു ഫണ്ണായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ തന്നെ ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററുകളൊക്കെ എഴുതാൻ തുടങ്ങി. ഹസ്ബൻഡ് ആരുമില്ല ഇപ്പോൾ, പക്ഷെ എന്നാലും എനിക്കിതാ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ എഴുതിയ ലെറ്ററാണ്. പക്ഷേ ഡേറ്റ് എഴുതാൻ മറന്നുപോയി. ഇതിപ്പോൾ 2026 ഒരു 3 വർഷം മുന്നേ ആകുമ്പോൾ ഞാൻ എനിക്ക് തന്നെ വേണ്ടിയിട്ട് എഴുതിയ ലെറ്റർ. പിന്നെ ടു മൈ ഫ്യൂച്ചർ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എഴുതിയ ലെറ്റർ. പിന്നെ അങ്ങനെ ഫ്യൂച്ചർ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിന് ഇതൊക്കെ വായിക്കാൻ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫ്യൂച്ചറിൽ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന് ഇത് കൊടുക്കണം, ആൾ മാത്രം വായിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എഴുതിയ ലെറ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ മുമ്പ് വായിച്ചിട്ടുണ്ട്. ഭയങ്കര ഇമോഷണലൊക്കെ ആയി, അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്, എന്ത് മുൻകൂട്ടി ചിന്തിക്കും, കുറേ ഓവർ തിങ്ക് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അതിഥിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിഥിയുടെ ലൈഫ് എൻ്റെ ലൈഫും തമ്മിൽ വേറെ ആണെങ്കിലും അവളുടെ ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ എനിക്ക് ആ കഥ വായിക്കുമ്പോൾ കൂടുതലും ഭയങ്കര എടുപ്പായത്. പിന്നെ അതിഥി, ശരൺ എല്ലാവരും, പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും, എനിക്കും അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ വേണമെന്നൊക്കെ. സെൽഫ് ലവ് ആണ് മെയിനായിട്ട് പറഞ്ഞിരുന്നത്. നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈഫ്. അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നൊരിതാണ്. ഇത് വായിച്ചിട്ട് ഇപ്പം എത്രയായി, വായിച്ചിട്ട് 1 മാസം കഴിഞ്ഞ് തോന്നുന്നുണ്ട്. എന്നിട്ടും അതിഥി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻസ്പിറേഷനാണ് മനസ്സിൽ. ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൻ്റെ ഫസ്റ്റിൽ ആമുഖത്തിൽ തന്നെ നിമ്ന വിജയ് പറയുന്നുണ്ട്, മലയാള സാഹിത്യത്തിലേക്ക് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സംസാരിക്കുന്ന അതേ രീതിയിലാണ് ഈ ബുക്കിൽ എല്ലാ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. ഒരു സാധാരണക്കാരന് വായിക്കുക, ഏത് വയസ്സുള്ള ഒരു 16, 15, 14 എത്ര വയസ്സുള്ള കുട്ടിക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ് ഈ 2 ബുക്ക് എഴുതിയിട്ടുള്ളത്. അതിന്മേലാണ് കുറേ പേരൊക്കെ നെഗറ്റീവ് പറയണത്. ഇത് എന്ത് ബുക്കാണ്, കുറേ സിനിമ സ്റ്റോറീസ് വെച്ചിട്ട് ഒരു ബുക്ക് എഴുതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ നെഗറ്റീവ് പറയണത് കേൾക്കുമ്പോൾ എന്തൊരു ഇറിറ്റേഷൻ. നെഗറ്റീവ് പറയുമ്പോൾ ഇത്രയ്ക്ക് ഹൈപ്പിൻ്റെ ആവശ്യമുണ്ടോ? മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. പല ടൈപ്പ് ബുക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഹൊറർ സ്റ്റോറീസ് ഉണ്ട്, പിന്നെ പല ടൈപ്പുകളുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരേപോലെ ആവണമെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ബുക്കും ആ ബുക്ക് എഴുതിയ ആളുടെ ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷ അവരുടെ ഒരു സ്വപ്നമാണ്. നമ്മൾ അത് വായിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണേക്കാളും കൂടുതൽ ആ ഒരു സ്റ്റോറീനെ തന്നെ ഇവർ അങ്ങോട്ട് മോശപ്പെട്ട രീതിയിൽ പറയാം. അതെനിക്കെന്തോ ഭയങ്കര ഒരു ഫീൽ ബാഡായിട്ട് തോന്നി. ഈ റീൽസിലൊക്കെ ഞാൻ ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഖദീജ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറേ കരഞ്ഞ്. അത് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും പറയാം. അപ്പോൾ ഖദീജ വായിച്ചിട്ട് ഭയങ്കര അതിനും നെഗറ്റീവ് റിവ്യൂ പറയാം. എന്ത് ക്രിഞ്ച് ലവ് സ്റ്റോറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലവ് സ്റ്റോറിയൊക്കെ കുറച്ച് ക്രിഞ്ചാണെങ്കിൽ രസം ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ക്രിഞ്ചൊന്നും ഇല്ലാണ്ട് എന്ത് ലവ് സ്റ്റോറി. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് പാർട്ട് വായിക്കണ ഫുള്ള് ഞാനായിരുന്നു മനസ്സിൽ അതിഥി എൻ്റെ ഫേസ്, അതിഥിനെ അതങ്ങനെ ഇരുന്ന് കണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ വന്നു. ആരോട്? നിമ്ന വിജയിനോട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കി, ആളെ ഫോട്ടോസൊക്കെ കണ്ട്, ഇൻ്റർവ്യൂസൊക്കെ കണ്ട് അങ്ങനെ. പിന്നെ സെക്കൻഡ് പാർട്ട് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും പിന്നെ ആളൊരു ഫേസ് അതിഥിക്ക് വെച്ച് കൊടുത്തെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും അങ്ങനെ എൻ്റെ മനസ്സിൽ എനിക്കങ്ങനെ തോന്നിപ്പോയതാണ് സംഭവം. ഫസ്റ്റ് പാർട്ടിനേക്കാളും എനിക്ക് സെക്കൻഡ് പാർട്ട് ഇഷ്ടമായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഇത് നോർമലി നമ്മളെല്ലാവരും വായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നോർമൽ സംസാര രീതിയിലാണ്, ആ ഒരു ശൈലിയിലാണ് ഈ ബുക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ചിലർക്ക് വിചാരിക്കുന്ന സാഹിത്യത്തിലും സംസാരിക്കുന്ന ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അല്ല ഇത് എഴുതിയിരിക്കണം. അപ്പോൾ ആദ്യത്തെ അത്ര എക്സ്പെക്റ്റേഷൻ മനസ്സിൽ വെച്ചിട്ട് വായിക്കുക. പിന്നെ പ്രണയം കുറച്ച് ക്രിഞ്ചായി വിചാരിക്കുന്നവർക്ക് ഈ ബുക്ക് എന്തായാലും അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഞാനൊരു 10 ദിവസം എടുത്തിട്ടാണ് വായിച്ചത്. ഞാൻ ഈ ബുക്ക് ഞാൻ ഈ ബുക്ക് വായിച്ചത് മുതൽ തീർത്തത് വരെയുള്ള ഡേറ്റ് ഞാൻ ഇതിൽ എഴുതി വെക്കാറുണ്ട്. വായിക്കണ ബുക്കിൽ ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ 10 ദിവസം കൊണ്ട് എടുത്തിട്ടാണ് ബുക്ക് വായിച്ചത്. 2 ദിവസം വേണ്ട ബുക്ക് വായിക്കാൻ, 1.5 ദിവസം 2 ദിവസം മതി എന്നാണ് ഞാൻ നോക്കിയപ്പോൾ വീഡിയോയിലൊക്കെ പറയേണ്ടിയിരുന്നത്. പക്ഷെ എനിക്കിത് ഫസ്റ്റ് പാർട്ട് ഞാൻ പെട്ടെന്ന് തീർത്ത്, 2-3 ദിവസത്തിനുള്ളിൽ തീർത്ത്. അത് ഇതിനേക്കാളും കുറച്ചുള്ളൂ. ഇത് എത്ര പേജ് ഉണ്ട്? ഇത് 297 പേജ്. അപ്പോൾ അത് ഇതിനും കുറവാണ്, എത്ര നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് തീർന്നു, ഭയങ്കര വിഷമമായി. അത് തീർന്നപ്പോൾ അയ്യോ അതിഥിനെ ഞാൻ മിസ് ചെയ്യണ പോലെ തോന്നി. അതിഥിനെ മാത്രമല്ല, ഇതെല്ലാ ക്യാരക്ടേഴ്സിനും ഞാൻ മിസ് ചെയ്യണ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് പതുക്കെ വായിക്കാമെന്ന് വെച്ചു. അപ്പോൾ ദിവസം ഞാൻ കുറച്ച് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഇത്രയും ദിവസം എൻ്റെ കൂടെയുള്ള പോലെ തോന്നി. അപ്പോൾ എനിക്ക് അടുത്ത ബുക്ക് വായിക്കാനുള്ള ടൈമാണ് പോണത്. പക്ഷെ എന്നാലും ഞാൻ അത്രയും കുറച്ച് സ്ലോയിലാണ് വായിച്ചത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് ബുക്ക് എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. സത്യം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളിത് വായിച്ചു നോക്കണം. ഞാൻ ഇതിലത്തെ കഥകളൊക്കെ പറയണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ കഥകൾ പറയുകയാണെങ്കിൽ കുറേ കഥ ഉണ്ട്, അത് ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. ഫസ്റ്റ് പാർട്ട് വായിക്കണം, സെക്കൻഡ് പാർട്ട് വായിക്കണം. എന്തായാലും നോർമലി ഇപ്പോൾ വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ബുക്ക് അടിപൊളിയായിരിക്കും.
ഞാൻ തീരെ ചെയ്യാത്തൊരു സംഭവമാണ് ഈ ബുക്സിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ബുക്സിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കിത് വായിച്ചപ്പോൾ ഇതിന് നെഗറ്റീവ്സും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ആ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്താൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നും കൂടി ഒരു ഡയറിയുടെ കാര്യം എനിക്കും തോന്നിയപ്പോൾ അത് കാരണം ഇട്ടതാണ് ഞാൻ ഈ വീഡിയോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഞാൻ ഇനി വായിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബുക്കൊക്കെ വായിച്ച് ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ. അടുത്തത് വായിച്ച് തുടങ്ങിയത് ഒരിക്കൽ എൻ മോഹനൻ്റെ ഒരിക്കൽ വായിച്ച് പകുതി എത്തിയിട്ടുണ്ട്. പകുതി കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ബുക്ക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീട്ടി വായിക്കും. ഇത്ര ഉണ്ടാവുള്ളൂ ബുക്ക്, പക്ഷെ ഞാൻ ഇത്ര ഉള്ള പോലെ നീട്ടി വായിക്കും. അതെന്ന് വെച്ചാൽ അത്രയും അവർ കണക്റ്റഡ് ആയിട്ട് ഇരുന്നോട്ടെ, ദിവസങ്ങൾ എൻ്റെ കൂടെ ഇരുന്നോട്ടെ. ഞാൻ രാമാനന്ദി എങ്ങനെയാണ് വായിച്ചത്, കൂടി അടുത്ത് കുറേ ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് പിന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടും എന്തായാലും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി ബുക്സിനെ പറ്റിയിട്ട് ചിലപ്പോൾ ഇനിയും വരും. കാരണം ബുക്സിനെ പറ്റി എനിക്ക് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പോലെ. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബുക്സിനെ പറ്റിയിട്ടാവും, അല്ലെങ്കിൽ വ്ളോഗായിരിക്കും, അതെനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.